കേന്ദ്ര ലേബർ കോഡുകൾക്കെതിരെ കേരളത്തിൻ്റെ പ്രതിരോധം ലേബർ കോൺക്ലേവ് 2025. രാജ്യത്ത് നിലനിന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളാക്കി മാറ്റി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പരിഷ്കാരം തൊഴിലാളി വിരുദ്ധവും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവുമാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പല വകുപ്പുകളും ഈ കോഡുകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇതിനെതിരെ രാജ്യവ്യാപകമായി തൊഴിലാളി സംഘടനകൾ പ്രക്ഷോഭം നടത്തിയിട്ടും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ചിട്ടും കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങളെ ഹനിക്കുന്നതും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഈ നീക്കത്തിനെതിരെ തൊഴിലാളികളുടെയും സംസ്ഥാനത്തിൻ്റെയും താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു ബദൽ നയം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ലേബർ കോൺക്ലേവ് 2025 സംഘടിപ്പിക്കുകയാണ്. 2025 ഡിസംബർ 19 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് തൈക്കാട് ലെമൺ ട്രീ പ്രീമിയറിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന തൊഴിൽ നിയമങ്ങൾക്കെതിരായ യോജിച്ച പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിൽ മന്ത്രിമാരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. പഞ്ചാബ് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ തരുൺ പ്രീത് സിംഗ്, തമിഴ്നാട് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ CV ഗണേശൻ, ജാർഖണ്ഡ് തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ സഞ്ജയ് പ്രസാദ് യാദവ്, തെലങ്കാന മന്ത്രി വിവേക് വെങ്കട്ടസ്വാമി, കൂടാതെ മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ് എന്നിവരും പങ്കെടുക്കും. മന്ത്രിമാരെ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പലർക്കും നിയമസഭയിൽ നിന്നെല്ലാം ഉള്ള പ്രശ്നങ്ങൾ, അസൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ജഡ്ജിമാർ, അഡ്വക്കേറ്റ് ജനറൽ, ദേശീയ സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, നിയമവിദഗ്ധർ, അക്കാദമിക് പണ്ഡിതർ എന്നിവർ പങ്കെടുക്കുന്ന 2 സുപ്രധാന ടെക്നിക്കൽ സെഷനുകൾ കോൺക്ലേവിൻ്റെ ഭാഗമായി നടക്കും. ലേബർ കോഡുകളുടെ പ്രത്യാഘാതങ്ങൾ, അതാണ് ആദ്യത്തെ രാവിലത്തെ സെഷൻ. അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണക്കുറുപ്പ്. മുഖ്യപ്രഭാഷണം ജസ്റ്റിസ് ഗോപാല ഗൗഡ, സുപ്രീം കോടതി മുൻ ജഡ്ജി. രണ്ടാമത്തെ സെഷൻ കേരളത്തിൻ്റെ തൊഴിൽ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലേബർ കോഡുകളെ നേരിടുവാനുള്ള ബദൽ തന്ത്രങ്ങൾ. അധ്യക്ഷൻ ശ്രീ എളമരം കരീം. മുഖ്യപ്രഭാഷണം പ്രൊഫസർ ശ്യാം സുന്ദർ. CIT ജനറൽ സെക്രട്ടറി തപൻസൻ, AITUC ജനറൽ സെക്രട്ടറി അമർജിത്ത് കൗൾ തുടങ്ങിയ ദേശീയ നേതാക്കൾ ചർച്ചയിൽ പങ്കുചേരും. കോൺക്ലേവിൻ്റെ സമാപനത്തിൽ സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുള്ള നയപ്രഖ്യാപനം നടത്തുന്നതാണ്. തൊഴിലാളി വിരുദ്ധമായ കോഡുകൾക്കെതിരെ കേരളം ഉയർത്തുന്ന ഈ പ്രതിരോധം രാജ്യത്തിന് തന്നെ മാതൃകയാകും. നയപ്രഖ്യാപനത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന ആവശ്യങ്ങളടങ്ങിയ കത്തുമായി ലേബർ കോഡുകളെ എതിർക്കുന്ന വിവിധ കേന്ദ്ര തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി കേന്ദ്ര തൊഴിൽ മന്ത്രിയെ കാണുന്നതാണ്. അത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ് 1-2 കാര്യങ്ങൾ. 1 മുതൽ 10 വരെയുള്ള അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് ഡിസംബർ 15 തുടങ്ങി 23 അവസാനിക്കും. ഹയർ സെക്കൻഡറി അർദ്ധവാർഷിക പരീക്ഷ ഇന്ന് ഡിസംബർ 15 തുടങ്ങി ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരി മാസം 6 അവസാനിക്കും. ക്രിസ്മസ് അവധി കഴിഞ്ഞിട്ട് ശേഷം 1 ദിവസം പരീക്ഷ. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഈ വർഷം സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കും. 2027 SSLC എഴുത്ത് പരീക്ഷയിൽ സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതാണ്. ഹയർ സെക്കൻഡറി 2ാം വർഷ ബ്രെയിലി പാഠപുസ്തകങ്ങൾ വിതരണത്തിന് തയ്യാറായി. ക്രിസ്മസ് അവധി 12 ദിവസമാണ് ഈ വർഷം നൽകിയിരിക്കുന്നത്. സാധാരണയായി 9 ദിവസമാണ് നൽകിയിരുന്നത്. 1 മുതൽ 10 വരെയുള്ള 1ഉം 2ഉം വാള്യം 597 ടൈറ്റിലുകളിലായി 6 കോടി പാഠപുസ്തകങ്ങൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു. സ്റ്റാഴ്സ് പദ്ധതി പ്രകാരം 14 ജില്ലകളിൽ അത്യാധുനിക മോഡൽ ഓട്ടിസം കോംപ്ലക്സ് സ്ഥാപിക്കുന്നതാണ്. 2.25 കോടി രൂപ ഓരോ ഓട്ടിസം സെൻ്ററിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ
സപ്തദിന സഹവാസ ക്യാമ്പുകൾ ഡിസംബർ 26 മുതൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്.